ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു കല്യാണ ഷോപ്പിങ്ങിനാണ്. ഐശ്വര്യമായിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇന്ന് ഞങ്ങളുടെ പരിപാടി ആരംഭിക്കുകയാണ്. അടുത്ത മാസം എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് എനിക്കിടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം ഞങ്ങൾ കയറിയത് പരാഗ് ക്ലോത്തിലോട്ടാണ്. ചുരിദാർ ടോപ്പ് തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളതെല്ലാം ഇങ്ങനെ നോക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ബ്ലൗസ് പീസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അത് മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റ് കയറി മേളോട്ട് പോവുകയാണ്. അങ്ങനെ ലിഫ്റ്റ് കയറിയപ്പോഴാണ് ഒരു മിറർ കാണുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ മിററിൻ്റെ മുമ്പിൽ നിന്ന് കുറേ ഷോയൊക്കെ കാണിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ മേളിലെത്തി. ഇവിടെ ഉള്ളതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പോത്തീസിലോട്ടായിരുന്നു. ഇവിടെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ആടി സെയിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സൺഡേ കൂടെ ആയതുകൊണ്ട് കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയുടെ അകത്തോട്ട് നടക്കുകയാണ്. ഞാൻ ഒരു സാരി അല്ലെങ്കിൽ ധാവണി അങ്ങനെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ സാരിയുടെ സെക്ഷനിലോട്ട് പോയി. സാരിക്ക് അവർ കോംബോ ഓഫറൊക്കെ വെച്ചിട്ടുണ്ട്. 2 സാരി എടുക്കുമ്പോഴത്തേക്കും 1200 അല്ലെങ്കിൽ 1100 അങ്ങനെയൊക്കെ കൊടുത്താൽ മതിയാവും. ഇവിടെ ഒരുപാട് സാരികളുണ്ടായിരുന്നു. എല്ലാ സാരിയും ഒന്നിനൊന്നിനും മെച്ചം. കണ്ടത് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം എടുത്തുകൊണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഓണക്കോടിയൊക്കെ എടുക്കാനാണെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് നടത്താൻ പറ്റിയ നല്ലൊരു ഷോപ്പാണിത്. ശരിക്കും നമ്മളിവിടെ ഷോപ്പിങ്ങിനൊക്കെ വന്നു കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. അതുമാത്രമല്ല കാണാനായിട്ട് ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട്. ഒരുപാട് നമ്മളിങ്ങനെ കണ്ട് തീരത്തില്ല. എത്ര സമയം എടുത്താലും കണ്ട് തീരാത്തത്ര കളക്ഷൻസ് ഉണ്ട്. ഇതൊരു ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള സെറ്റ് സാരിയാണ്. അതുപോലെ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പും കൂടെ എടുക്കാനുണ്ടായിരുന്നു. ഇനി ആ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് കണ്ടോ. ചുരിദാറിൻ്റെ ടോപ്പാണ് കാണുന്നത്. ഞാൻ ഈ ബ്ലാക്ക് കളർ എടുത്തായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എനിക്കൊരു ജീൻസും ക്രോപ്പ് ടോപ്പും കൂടെ നോക്കാനുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ഷോപ്പിംഗ് കൂടെ ഈ കൂട്ടത്തിൽ ഞാനങ്ങ് നടത്തി. പിന്നെ ഞങ്ങൾ പോയത് റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ കിട്ടുന്ന ഭാഗത്തോട്ടാണ്. അങ്ങനെ ബ്ലൗസ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. കാര്യം ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള ധാവണിയാണ്. ധാവണി മുകളിലത്തെ നിലയിലാണുള്ളത്. അങ്ങനെ ധാവണി നോക്കി നടക്കുന്നതിൻ്റെ ഇടയിലാണ് കുറേ സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളും ഒക്കെ എൻ്റെ കണ്ണിൽ പെട്ടത്. ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ ഈ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ. എല്ലാത്തിനും നല്ല ഓഫറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നടന്ന് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ഇടത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ധാവണിയുടെ കളക്ഷൻസൊക്കെ ഉള്ളത്. നമ്മൾ ധാവണി എടുക്കാനായിട്ടാണ് പോകുന്നതെങ്കിലും വഴിയിൽ ഇതേപോലെ ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ വില നോക്കിയും വെച്ച് നോക്കിയൊക്കെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ഗൗണാണ്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ വില കണ്ട് ഞെട്ടി ഞാനത് തിരിച്ചു വെച്ചു. അങ്ങനെ നമ്മൾ ധാവണിയുടെ സെക്ഷനിലെത്തിയിരിക്കുകയാണ്. ആ പ്രതിമ ചേച്ചിയുടെ ധാവണി ഞാനിങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ വന്ന് ഞങ്ങളെ ഇഷ്ടമുള്ള കളറൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ചേച്ചി അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനിൽ വരുന്ന ധാവണി സെറ്റുകളാണ്. ഇത് മാത്രമല്ല വേറെ ഒരുപാടുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം ഒന്നിനൊന്നിനും വെച്ചോണം. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്നല്ലേ എടുക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. വെച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സെമി സ്റ്റിച്ചഡ് ആണ്. അത് നമ്മൾ പിന്നെ ബാക്കി നമ്മൾ തയ്യൽ കടയിൽ കൊടുത്ത് തയ്പ്പിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ അതെല്ലാം വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓണത്തിനും വീട്ടിലേക്കുള്ള ഡ്രസ്സുകൾ ഇവിടെ നിന്ന് എടുക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും അത്യാവശ്യം കുറേ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. പിന്നെ മേടിക്കാനുണ്ടായിരുന്നത് കഴിക്കാനുള്ള സാധനങ്ങളായിരുന്നു. അങ്ങനെ അതും എല്ലാം മേടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഇത് അമ്പൂർ ബിരിയാണിയുടെ കിറ്റാണ്. ബിരിയാണി കിറ്റ്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കാണും. എനിക്കും ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാഴ്ചകളെല്ലാം കണ്ടും ഷോപ്പിംഗ് നടത്തിയും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റായിരുന്നു. ഇനി ഞങ്ങൾ ഹോസ്റ്റലിലോട്ടാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരമുള്ള ഹോസ്റ്റലിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.